ഹലോ ഗൈസ്, വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ. ഇന്ന് നമ്മൾ നോക്കുന്ന ലൂയിസ് സുവാരസിന്റെ ഒരു 70 രൂപ കൊടുത്താൽ കിട്ടുന്ന ഒരു കാർഡാണ്. ഒരു കിടിലൻ കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഒരു ബ്ലഡ് സ്കെയിലും ഫിനിഷിങ്ങും എല്ലാം കൂടി ഉള്ള ഒരു അത്ലറ്റിക്കോണ്ട 21 കിടിലൻ കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അവർ ആ ട്രോഫി അടിച്ച ടൈമിലുള്ള ഒരു കാർഡാണ്. കിടിലൻ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കിക്കിംഗ് പവർ ഉണ്ട്, ആക്സലറേഷൻ 94ആണ്. അപ്പം നിങ്ങൾ ആ സ്പീഡൊന്നും അത് ഓർത്ത് നോക്കണം. പിന്നെ അത് അല്ലാതെ ഇൻക്രീസ് ചെയ്യും. 4+ സ്പീഡും കാര്യങ്ങളും, ഡബിൾ ടച്ച്, ബ്ലഡ് സ്കെയിൽ, ലോങ് റേഞ്ച് ഷൂട്ടിംഗ്, അക്രോബാറ്റിക്, ഏരിയൽ സുപ്പീരിയോറിറ്റി എല്ലാം ഉള്ളൊരു കിടിലൻ കാർഡ് തന്നെയാണ്. സ്കെയിൽ എന്ന് പറഞ്ഞാൽ അജാതി കേളാണ്. ആളുടെ ഭാഗത്തു നിന്ന് വന്ന ഷോട്ടാണെങ്കിലും എല്ലാം കിടിലൻ തന്നെയാണ്. കിടിലനായിട്ട് എന്താ പറയുക, ഒരു ഫ്രീ കാർഡാണെന്ന് ഒട്ടും തോന്നൂല. അതേപോലത്തെ ഫിനിഷിംഗ് ആണ് ആളുടെ ഭാഗത്തുനിന്ന് വരുന്നത്. Stylish in the extreme, a delicious goal. Oh, how does he get the ball to do that? പെട്ടെന്ന് തന്നെ കേളെടുക്കും, ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്ത്. It's Luis Suarez! Goal! Barcelona! Barcelona are in. Luis Suarez. Shot a goal! ഇതേപോലെ ഫേക്ക് ഇട്ടടിക്കാനും ആൾ കിടിലൻ തന്നെയാണ്. ഒരുപാട് മൊമെന്റ്സ് ബോക്സിന്റെ പുറത്തുനിന്ന് തന്നെ നിങ്ങൾക്ക് ഈ കാർഡ് വെച്ച് എന്തായാലും കിട്ടും. Oh, what a lovely exchange, Peter. I mean, he did the give and go, and that's just a lovely return ball. The weight of it was absolutely. അയാളുടെ കിക്കിംഗ് പവർ ഒക്കെ എടുത്ത് പറയണം, അജാതി ഷോട്ടാണ്. All stemming from that simple. Goes for the shot. There is the genius of Luis Suarez. ഈ ഒരു പാസിൽ ആളുടെ റണ്ണും ആ ഷോട്ടും നോക്കാം. Beautifully weighted. This is Luis Suarez. അത്രയും കിടിലൻ ഫിനിഷിംഗ് സ്റ്റാറ്റസ് ഉള്ള ഒരു പ്ലെയർ ആണെന്നില്ലേക്കും. വെറും 50 രൂപ കിട്ടണാണ്. 70 രൂപ കൊടുക്കണം മൊത്തം. 70 രൂപയിൽ 50 കോയിനും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും പക്കാ വർത്താണ്. ടച്ച് കളിച്ചാണെങ്കിലും ആളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ആള് നല്ല അടിയിടിക്കും. Well, it's always that bit tougher for a keeper when the underside of the crossbar is in play. Defense to prevent it happening again. And that is stunning. Just too hot to handle. Yeah, you just don't save those. അല്ലാതെ തന്നെ ഇതുപോലെ തന്നെ പാസ്സാമോ കൊടുത്താൽ ഇല്ലെങ്കിലും ആളൊന്ന് ഓടിക്കേണ്ട. ആളെ സ്പീഡ് പക്ക വെറുത്താണെന്ന് പറയാം. ബോക്സിൽ അത്യാവശ്യം വേണ്ടപ്പുണ്ട് പ്ലെയർ. ഫിനിഷ് ചെയ്യാനും പറ്റുന്നുണ്ട് ആളെ കൊണ്ട്. മൂവ്മെന്റും കിടിലനാണ്. ഈ ഒരു ഷോട്ട് നോക്കാം, പക്ക എന്താ പറയുക, ടൈറ്റ് ആംഗിൾ ഫിനിഷ്. അത് ലെഫ്റ്റ് ഫുട്ടിന് ആളൊരു എന്താണ് വീക്ക് ഫുട്ടേ ഇല്ല ആൾക്ക്. അമ്മാരി ഫിനിഷാണ് രണ്ട് കാലിനും ചെയ്യണത്. They were absolutely lethal. Well, a little more decisiveness on the ball and that probably wouldn't have happened, but still, it was very well played. Great pressure. Into the break, 1-0 up. Lovely passing, lovely movement. Shot a goal! And yes, it's there! They have lost the ball from there, but you have to give credit and fairness to the front-footed pressing too. Made things quite uncomfortable for them. സ്റ്റാറ്റസിൽ നോക്കുമ്പോൾ ആൾക്ക് വല്ല ഹെഡിങ് എബിലിറ്റി കൊടുത്തിട്ടില്ല, പക്ഷെ പക്ക ഹെഡറാണ്. അത്യാവശ്യം ഹെഡ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ജമ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഗോളുകൾ പെട്ടെന്ന് വീഴുന്നുണ്ട്. ഇപ്പോൾ ക്രോസ് ഇട്ടാലും ആളത് കിഡിലിനായിട്ട് ഫിനിഷ് ചെയ്യുന്നുണ്ട്. Peter, this has been a textbook illustration of how not to defend. Terrific effort! Relentless! Just relentless! ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നൊക്കെ അങ്ങനെ ക്രോസ് ഇട്ട് കളിക്കുന്നവരാണെങ്കിൽ പോലും യൂസ് ചെയ്യാൻ പറ്റും. കാരണം ആളുടെ ജമ്പ് ശരിക്കും യൂട്ടിലൈസ് ചെയ്ത് ആൾക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ നോക്കിയാലും കാണാം ഒരു കിടിലൻ ക്രോസ്, കിടിലൻ ഫിനിഷിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. Looking for the run. Alexander, a header! And that's in! And they're threatening to fly away here. Wonderfully efficient.
He did so well there, attacking the ball the way he did. He got a strong forehead behind that one. Great ball, and he's in here. And the shots! Just cruising! They are cruising! എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം അത്രയും മൂവ്മെൻറ്റും അധികം പേയ്മെൻറ്റും വരാത്തൊരു കിടിലം ഫിനിഷിങ്ങുള്ളൊരു പക്ക ബീസ്റ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം.